അങ്ങനെ ഇലോൺ മസ്ക് അവസാനിക്കാൻ പോകുന്നു. എന്തുകൊണ്ടായിരിക്കും ഇലോൺ മസ്ക് അവസാനിക്കാൻ പോകുന്നത്? എന്തുകൊണ്ടായിരിക്കും? ഒരു കാര്യം, ടെസ്ല കാർസിന്റെ സെയിൽസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ പോലെ ടെസ്ല കാർസ് വിറ്റ് പോണില്ല. അത് ടെസ്ലയുടെ മാത്രം പ്രശ്നമല്ല, എല്ലാ ഇ വി കാർസും അല്ല ഇ വി കമ്പനികളും നേരിടുന്ന പ്രശ്നമാണിത്. ഇപ്പൊ പണ്ടത്തെ പോലെ ഇ വികൾ വിറ്റ് പോണില്ല. പണ്ട് കാണുന്ന റേറ്റ്, വിൽപ്പന റേറ്റ് ഇപ്പൊ ഇല്ല. 3 വർഷം 76% വിറ്റ് പോയിരുന്നു ഇ വി കാർസുകളൊക്കെ. ഈ ടെസ്ലയൊക്കെ 76% വിറ്റ് പോയത് ഇന്നും നോക്കുകയാണെങ്കിൽ റിലേറ്റീവായി നോക്കുകയാണെങ്കിൽ 50%, 36% ആയിട്ട് കുറയാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ അധികം ആൾക്കാരില്ല ഇ വി കാർസുകൾ വാങ്ങാൻ. അപ്പൊ ഇതുകൊണ്ട് ഇലോൺ മസ്കിന്റെ കാര്യം കട്ടപ്പോക്കാണ് എന്ന് പറയാം. കൂടുതൽ കാർ ഇറക്കുമ്പോൾ അതിനനുസരിച്ച് ആൾക്കാർ വാങ്ങാനില്ല. അതുകൊണ്ട് ഇലോൺ മസ്കിന്റെ കാറുകളൊക്കെ റിട്രീവ് ചെയ്യണം, ഇൻവെന്ററിയിലേക്ക് പോവാണ് പൊതുവെ. ഇത് ഇലോൺ മസ്കിന് ഭയങ്കര വലിയ കൺസേൺ ആണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ മാർക്കറ്റ് ചെയ്തിട്ട് കാര്യമില്ല, വിറ്റ് പോകണം കാർ. ഗ്രോത്ത് റേറ്റ് ഏകദേശം എത്തി ഇ വി കമ്പനികൾക്ക്. ഒരു സ്റ്റാഗ്നേഷൻ ലെവലോ അല്ലെ സാച്ചുറേഷൻ ലെവൽ എത്തിയ പോലെയാണ് അവസ്ഥ. പിന്നെ വേറൊരു കാര്യം കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും പ്രശ്നത്തേക്ക് പോകുന്ന ഒരു കാര്യമാണ് കോമ്പറ്റീഷൻ. കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ. ചൈനക്കാർ കാറുകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇ വി കാറുകൾ. ചൈനയിൽ പല കമ്പനികളുണ്ട്, 100ഓളം കമ്പനികളുണ്ടെന്ന് പറയുന്നത്. കുറെ കമ്പനികളൊക്കെ എക്സിസ്റ്റ് ആയി, ഇല്ലാണ്ടായി. എന്നാലും ഇഷ്ടംപോലെ കമ്പനികളുണ്ട്. ഈ കാർ കമ്പനികളൊക്കെ കോമ്പീറ്റ് ചെയ്യണം ഇതിന് കാർ ഇറക്കാൻ. എന്നിട്ട് ടെസ്ലേനെ വെട്ടിക്കാനൊന്നല്ല, കോമ്പറ്റീഷന് പകരം ഏറ്റവും നല്ല പ്രൊഡക്റ്റ് കൺസ്യൂമറിന് കിട്ടാനുള്ള രീതിയിലാണ് അവർ ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ പ്രോസസ്സിൽ ടെസ്ല ഔട്ട് ആവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ചീപ്പായിട്ടാണ് ഇറക്കണം, നല്ല ക്വാളിറ്റി ഉണ്ട്. പണ്ടത്തെ പോലത്തെ ടെസ്ലയുടെ ക്വാളിറ്റി ഒക്കെ ഇപ്പൊ അവർക്ക് ഉണ്ട്. ടെസ്ലയുടെ കോമ്പറ്റീറ്റർ ആയിട്ട് വരുന്നത്, ടെസ്ലയുടെ ത്രെറ്റ് ആയിട്ട് ഇപ്പൊ നിൽക്കുന്നത് BYD ആണ്. BYD ടെസ്ലേനെ 2023 അവസാനത്തെ ക്വാർട്ടറിൽ വിട്ടിച്ചു. പക്ഷെ BYD ചൈനയിൽ ഇപ്പൊ സുപ്രീം ലീഡർ ആയിട്ട് തന്നെ വരുന്നു ബേസിക്കലി. അപ്പൊ BYD പറയാനെന്താന്ന് വെച്ചാൽ ബാക്കി ഇ വി കമ്പനീസോട് പഴയ ഇ വി കമ്പനികളെ ഇല്ലാണ്ടാക്കാന്ന്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡയറക്ട്ലി പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ടെസ്ലയെ നമുക്ക് ശൂന്യതയ്ക്ക് കൊണ്ടുപോകാന്ന് പറയുന്നത്, എക്സ്റ്റെൻഡ് ആക്കാന്ന്. നമ്മൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ പോയിട്ട് അവരെ തോപ്പിക്കണം നമ്മൾ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇന്റർനാഷണൽ മാർക്കറ്റിൽ പോയിട്ട് അവരെ കമ്പീറ്റ് ചെയ്തിട്ട് കട്ട്റോട്ട് കോമ്പറ്റീഷനിൽ അവരെ എക്സ്റ്റെൻഡ് ആക്കുക. അത് ഇ വി കമ്പനികളിൽ മാത്രമല്ല, എല്ലാ കമ്പനികളെ അവർ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. പതുക്കെ മിനിങ്ങി അവരുടെ മാർക്കറ്റ് ഷെയർ. പക്ഷെ ഒരു സീലിംഗിൽ എത്തിയെന്നാണ് എല്ലാവരും പറയുന്നത് ഇ വി മാർക്കറ്റ്. അതുകൊണ്ടാണ് എല്ലാവരും ഹൈബ്രിഡിലൊക്കെ നീങ്ങുന്നത്, പ്യുവർ ഇ വിന് പകരം. അതിന് ടൊയോട്ടയൊക്കെ ഇപ്പൊ പതുക്കെ കയറി വരുന്നത് അവരുടെ ഹൈബ്രിഡ് മോഡലുകൾ കാരണം. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇലോൺ മസ്കിനെ സംബന്ധിച്ച് ഇലോൺ മസ്ക് പ്യുവർ ഇ വി ഇറക്കുന്ന ആളാണ്. ബേസിക്കലി കമ്പനിയാണ് ടെസ്ല. ഇതിന് വലിയ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് ഒന്നുമില്ല, മീൻസ് ഫ്യൂച്ചർ വലിയ പ്രോസ്പെക്ട്സ് ഒന്നും ഇല്ലാത്ത കമ്പനിയായി മാറി. ഇലോൺ മസ്ക് ഇപ്പൊ ആകെ ചെയ്യണം എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് ടെസ്ല നിന്നുള്ള ഫോക്കസ് മാറ്റിയിട്ട് ട്വിറ്ററിന്റെ മുകളിലേക്ക് ആക്കിയേക്കാണ്, എക്സിന്റെ മുകളിൽ. അതും ഒരു മണ്ടത്തരാണെന്ന് നമുക്ക് പറയാം. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആള് ട്വിറ്റർ എടുത്തിട്ട് മാറ്റി എക്സ് ആക്കി, എന്നിട്ട് എക്സിന്റെ മുകളിൽ പണി ചെയ്തു. ആള് അഡ്വർടൈസേഴ്സിനെയൊക്കെ ഒഴിവാക്കി, എന്തോ ഒരു ഇമ്പൾസിന്റെ മേലെ. എന്നിട്ട് ആള് ഇപ്പൊ തിരിച്ച് ട്വിറ്ററിലേക്ക് തന്നെ കൊണ്ടുവരുന്നത്. മീൻസ് മുമ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് മോഡലാണ് വെച്ചത്. അത് വർക്ക് ആവില്ല എന്ന് മനസ്സിലായിട്ട് ഇപ്പൊ വീണ്ടും സ്റ്റാറ്റസ് ബേസ്ഡ് മറ്റേ വെരിഫിക്കേഷൻ ചെക്ക് സിസ്റ്റം ഒക്കെയാണ് ആൾ തിരിച്ചു കൊണ്ടുവരുന്നത്. വെരിഫിക്കേഷൻ സിസ്റ്റം മുമ്പ് കാശ് കൊടുത്താലാണ് ഫ്രീ സ്പീച്ച് കൊടുക്കാന്നൊക്കെയാണ് പറഞ്ഞത്. ഫ്രീ സ്പീച്ചിന്റെ ആള് ഭയങ്കര ഫ്രീ സ്പീച്ച് അല്ലേ. ഫസ്റ്റ് മനസ്സിലാക്കാനുള്ള ഒരു ബിസിനസ്സുകാരനാണ്. ബിസിനസ്സുകാരന്റെ സംബന്ധിച്ച് പലതും പറയും ആളുടെ കാര്യം നടത്താൻ. പക്ഷെ അതിനുള്ള കോമൺ സെൻസ് സാധാരണ ജനതയ്ക്കില്ല. പക്ഷെ അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് ബുദ്ധിമാൻ എന്ന് പറഞ്ഞ ആള് പൊട്ടനാണ്. എല്ലാവരും പബ്ലിക് മുഴുവൻ ബുദ്ധിമാൻ പറഞ്ഞ ആള് ഇപ്പൊ പൊട്ടനായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു കൂട്ടം ആൾക്കാരുണ്ട് ബുദ്ധിമാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കാരണം ആളുടെ ആസറ്റ് ഒക്കെ ഉണ്ട്, നെറ്റ്വർത്ത് ഒക്കെ. അതൊക്കെ ഉടനെ ഡീഗ്രേഡ് ആയിക്കൊണ്ടിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് സെയിൽസ് എസ്റ്റിമേറ്റ്സ് മീറ്റ് ചെയ്യാൻ പറ്റണില്ലെങ്കിൽ, അല്ലെങ്കിൽ ആൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റണില്ലെങ്കിൽ, ഗ്രോ ചെയ്യാൻ പറ്റണില്ലെങ്കിൽ എക്സ്പെൻഷ്യലി പതുക്കെ ആളുടെ നെറ്റ്വർത്ത് ഇടിഞ്ഞ് അയാൾ ഈ ശൂന്യതയ്ക്ക് പോകുന്നു എന്നാണ് സത്യം. ഈ എക്സ് വാങ്ങിയിട്ട് വലിയ ഉപകാരം ഉണ്ടായിട്ടില്ല ഇലോൺ മസ്കിന്. അത് ഒരു ഇമ്പൾസിന്റെ മേലെ വാങ്ങിയതാണ്. അതും അധികം പൊട്ടത്തരങ്ങളാണ് ഇലോൺ മസ്ക് ചെയ്തിട്ടുള്ളൂ. മീൻസ് ഈ എക്സിന്റെ സ്വഭാവം തന്നെ ബേസിക്കലി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇലോൺ മസ്കിന്റെ മാനേജ്മെന്റ് സ്കിൽസ്. ഇലോൺ മസ്ക് എക്സ് വാങ്ങിയപ്പോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി ആള് വാങ്ങിയത് $44 ബില്യൺ ആണ്. ആ $44 ബില്യൺ എവിടെ നിന്നാണ് ആൾ എടുത്തത് വാങ്ങാൻ? ടെസ്ലയുടെ ഷെയർസ് എടുത്തിട്ടാണ് വാങ്ങിയത്. മീൻസ് ടെസ്ലയുടെ ഷെയർ പ്ലഗ് ചെയ്തു, പിന്നെ കുറച്ച് കൂട്ടുകാരുടെ കാശൊക്കെ എടുത്തിട്ടാണ് വാങ്ങിയത്. ഇത് വാങ്ങിയിട്ട് പ്രൊഡക്റ്റീവ് ആക്കിയോ ഇല്ല. ആള് ചെയ്തതൊക്കെ ഭയങ്കര ഇമ്പൾസീവാണ്. ആള് എക്സ് എന്തിനു വാങ്ങിയെന്നുള്ള ചോദ്യമുണ്ട്. ബേസിക്കലി നമുക്ക് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ഇത്ര വിലക്ക്. കാരണം എക്സ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം 80% ബോട്ടും ഫേക്ക് ഫോളോവേഴ്സും ആണ്, ഫേക്ക് പീപ്പിളും ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 80% ഓളം വേസ്റ്റ് ആണ് എക്സ്. ആള് $44 ബില്യൺ വാങ്ങിയ ആൾക്ക് വേണമെങ്കിൽ $8.8 ബില്യൺ വാങ്ങായിരുന്നു. അപ്പൊ നിങ്ങൾ പറയും പിന്നെ ആള് പൊട്ടനല്ലേ, $44 ബില്യൺ വാങ്ങുമ്പോൾ ആൾ അറിയാണ്ടൊന്നല്ലോ വാങ്ങിയെന്ന് വരും. ഉള്ള കാര്യം പറയാലോ, ആളൊരു പൊട്ടനാണ്. നിങ്ങൾ മനസ്സിലാക്കണം. പൊട്ടനാന്ന് പറഞ്ഞാൽ ആൾ പൊട്ടനാന്ന് ഞാൻ പറയുന്നില്ല, ആളുടെ വ്യക്തിപരമായ ഇഷ്ടം. പക്ഷെ ആള് വാങ്ങിയത് ഒരു ഇമ്പൾസിന്റെ മേലെയാണെന്ന് നമുക്ക് പറയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട് ആണ് പറഞ്ഞത് 80%. ഇത് ഇലോൺ മസ്ക് വാങ്ങുന്നതിനെക്കാട്ടും മുമ്പാണ് പറഞ്ഞത്.
എന്നിട്ട് ആളതൊന്നും റിസർച്ച് ചെയ്തില്ല. അപ്പൊ നിങ്ങൾ പറയാം അതിന്റെ പിന്നിൽ കുറെ ടീം ഉണ്ടായിക്കോട്ടെ, ടീം അതിനേക്കാട് വലിയ പൊട്ടന്മാരാന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്രയും പോലും ബുദ്ധി ഇല്ല എന്ന് നമുക്ക് പറയാം, ബുദ്ധിശൂന്യതയാണ് കാണിക്കും. എന്നിട്ട് എന്തിനാ പറ്റിയ ഇലോൺ മസ്ക് $44 ബില്യൺ വാങ്ങേണ്ട അവസ്ഥ വന്നു, എല്ലാം കൊണ്ട് പൊളിയേണ്ട അവസ്ഥ വന്നു. ബേസിക്കലി എന്ത് കാരണം ഞാൻ ഇൻട്രസ്റ്റ് റേറ്റ് അടക്കാൻ തന്നെ വലിയ കാശും അതിനുള്ള പ്രോഫിറ്റ് ഒന്നും എക്സ് മേക്ക് ചെയ്യണില്ല. ഇലോൺ മസ്കിന് എന്താ വാങ്ങേണ്ട യാതൊരു ആവശ്യമില്ല. ഇലോൺ മസ്ക് വാങ്ങി ചിലപ്പോൾ ഒരു മായ കാഴ്ച കണ്ടിട്ടായിരിക്കും ഇത് വെച്ചിട്ട് ടെസ്ല ബൂസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ അയാളുടെ പ്രൊഡക്റ്റുകൾ ബൂസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ട് ഇതൊന്നും നല്ല നടക്കണം. അയാൾ മിസ്ഇൻഫോർമേഷൻ്റെ ആളായി മാറി, എക്സിന്റെ ഉള്ളിൽ കയറി, ട്വിറ്ററിന്റെ ഉള്ളിൽ കയറി. അത് കടച്ചു തീർക്കാൻ പറ്റില്ല, കഴിഞ്ഞു. എന്നിട്ട് എന്താ പറ്റിയ ഒരു വലിയ ബബിള് വാങ്ങി കൂട്ടി ഒന്നും നോക്കാണ്ട്. എന്നിട്ട് വാങ്ങി കഴിഞ്ഞിട്ടോ അത് അതിനെക്കാട്ടും മോശമായി. വാങ്ങിയിട്ട് ആളെ സൈബർ സെക്യൂരിറ്റി ആൾക്കാരെ ആള് ഫയർ ചെയ്ത് കളഞ്ഞു. മീൻസ് ഇനി സൈബർ സെക്യൂരിറ്റി ടീം ഇല്ല എക്സിന്. അപ്പൊ നമുക്ക് കുറെ ഫോണോഗ്രാഫിക്കും അല്ലെങ്കിൽ കുറെ ബോർഡ്സുകളൊക്കെ ഇല്ലേ നമ്മളുടെ ഫീൽഡിൽ വന്ന് കിടക്കുന്നത് കാണാം. അപ്പൊ അത്രയും മോശമായി എക്സ്. നമ്മുടെ ഡാറ്റയ്ക്ക് പ്രൈവസി ഒന്നും ഇല്ല, തോന്നിയ പോലെയാണ് അത് നടത്തുന്നത്. പിന്നെ ലൈക്ക് റീട്വീറ്റ്സ് അതൊക്കെ മിസ്മാനേജ്ഡ് ആയി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് റീട്വീറ്റ്സ് ഒന്നും റെക്കോർഡ് ചെയ്യണല്ലേ, ചെക്ക് ചെയ്യണല്ലേ സിസ്റ്റം. ചില സമയത്ത് കാണില്ല ലൈക്ക് റീട്വീറ്റ്, ചില സമയത്ത് ഫോളോവേഴ്സിനെ കാണില്ല. അത്ര ബ്രോക്കൺ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ് അത് ആളുണ്ടാക്കിയത്. ചില ആൾക്കാർ പറയണ്ട അതിനെ ഒടുക്കത്തെ ഫ്രീ സ്പീച്ച് കൊണ്ടുവന്നു, സ്പീച്ച് റീഗെയിൻ ചെയ്തു തന്നു. ആ യൂട്യൂബിലൊന്നും കൊണ്ടുവരാൻ പറ്റില്ല, അത് എക്സിന് പറ്റിയത്. എന്ത് പറ്റിയെന്ന് പറയണത് ഒന്നും പറ്റിയിട്ടില്ല. ആരും യൂട്യൂബിൽ നിന്ന് വിട്ടിട്ട് എക്സിലേക്ക് പോണില്ല എന്നുള്ളതാണ് സത്യം. എല്ലാവരും എക്സ് നിന്ന് പോവാണെന്നാണ് ന്യൂസ് വരുന്നത്. എല്ലാവരും എക്സ് നിന്ന് പോവാണ്. എന്നിട്ട് ഇത് വെച്ചിട്ട് ആൾക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയോ അതും ഇല്ല. ആളുടെ ബിസിനസ്സുകൾ ഇപ്പൊ സൈബർ ട്രക്ക് വരുന്നുണ്ടെന്ന് പറയുന്നത്, സൈബർ ട്രക്ക് പോകാൻ പരാജയം. ഒരു ഹാഫ് ബേക്ക്ഡ് പ്രൊഡക്റ്റ് എന്നാണ് എല്ലാവരും പറയുന്നത്. അത് മാത്രം ഹാംഫുൾ പ്രൊഡക്റ്റ്. ഹാംഫുൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലയിടത്തും നമ്മൾ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ ഡോറൊക്കെ ഭയങ്കര വെയിറ്റ് ഉള്ള കാരണം, ഭയങ്കര വെയിറ്റ് കൂടിയ മാസമുള്ള സാധനം കാരണം സേഫ്റ്റി ഒന്നും ഇല്ല. നമ്മുടെ കൈയാണ് വെട്ടിപ്പോവും, മീൻസ് വിരലൊക്കെ വെട്ടിപ്പോവും. ബേസിക്കലി നമ്മൾ മറ്റേ ഗറാഷിന്റെ സാധനമില്ലേ, ഗറാഷിൽ നമ്മുടെ ബാക്ക് ഡോറൊക്കെ ഇല്ലേ, നമ്മൾ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നമ്മുടെ കൈയൊക്കെ ഡേപ്പ് ഇട്ട് പോയാൽ നമ്മുടെ കൈ പോകും. അപ്പം പിന്നെ നമ്മള് ബാക്ക് ഡോർ അടക്കില്ലേ, മറ്റേ ആ ഡോറൊക്കെ ജസ്റ്റ് ഒന്ന് കോറലുണ്ടെങ്കിൽ അപ്പൊ ആ ഭാഗം പോകും, കട്ട് ഓഫ് ആയി പോകും. കോറലൊന്നല്ല, വെട്ടിപ്പോവും. അങ്ങനത്തെ ഒരു വൃത്തികെട്ട മോഡല് ഉണ്ടാക്കിയേക്കുക. അത് കുറച്ച് ആൾക്കാരില്ലേ അത് കെട്ടിപ്പൊന്തിക്കില്ല. പക്ഷെ അത് ഇപ്പൊ കെട്ടിപ്പൊന്തിക്കില്ല കുറഞ്ഞു. സാധനം മനസ്സിലായി ഇത് വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ലാന്ന് അവർക്ക് മനസ്സിലായി. ബുള്ളറ്റ് പ്രൂഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ഇറക്കിയതാ. ബുള്ളറ്റ് പ്രൂഫ് എന്തോ ഒരു ബുള്ളറ്റ് പ്രൂഫ് ഇല്ല, സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ചിട്ടാണ് ആൾ ഇറക്കിയത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക് അവസ്ഥ. അതോടെ ആ മോഡലിൽ ചാവാനുള്ള സാധ്യതയില്ലേ കുറഞ്ഞു. ഇത് കേട്ടിട്ട് BYDയും മറ്റേ കൂട്ടരും മറ്റേ EV കമ്പനീസുകൾ, മറ്റേ ചൈനയിലുള്ള EV കമ്പനീസുകളൊക്കെ ഇത് ഇറക്കാൻ പോവാ അവരുടെ രീതിയിൽ വില കുറച്ചിട്ട് ഇതിന്. പിന്നെ കാർ കമ്പനിയെ സംബന്ധിച്ച് പുതിയ ആൾക്കാരുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഷോമി വന്നിട്ട് അവരെ കാർ സിഡാൻ മോഡൽ ഇറക്കി SU7 എന്ന് പറഞ്ഞിട്ട്. അത് ഇറക്കിയിട്ട് എന്താ പറ്റിയ ഔട്ട് സോൾഡ് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം വിറ്റുപോയി, പിന്നെയും സ്റ്റോക്ക് ഇരിക്കും. അപ്പോൾ എന്നിട്ടും അവര് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെസ്ലനെ വെട്ടിക്കാൻ വേണ്ടി വില കുറച്ചിടുക. 29,000 തൊട്ടിട്ട് 44,000 ആ റേഞ്ചിലാണ് അവർ കാർ ഇറക്കുന്നത്. അവർ ഇനി വില കുറയ്ക്കാനാ പോണ് ഇങ്ങനെ ടെസ്ല വിട്ടാക്കാൻ. അവർക്ക് മനസ്സിലായി ടെസ്ലയ്ക്ക് ഒന്നുമില്ലാന്ന്, ഒരു റോഡും ഇല്ല, ഒരു പരിപാടി ഇല്ല, ഒരു കത്തിക്കലും ഇല്ല. അവര് ആ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്ന ടെക്നോളജി പാർട്ടിലാന്ന് അവർക്ക് മനസ്സിലായി. ടെക്നോളജി പാർട്ട് എന്ന് പറഞ്ഞാൽ FSD5. FSD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ സെൽഫ് ഡ്രൈവിംഗ് കേപ്പബിലിറ്റീസ് ഉള്ള ഒരു കാർ തന്നെത്താൻ ഓടും ഉള്ള കാർ. അപ്പൊ ആ ഒരു മെന്റാലിറ്റിയിലാണ് ഇലോൺ മസ്ക് കയറുന്നത്. അവർക്ക് മനസ്സിലായ സാധ്യതയില്ല. ആപ്പിൾ എന്താണ് FSD എന്ന് പറഞ്ഞ പരിപാടി നിർത്തിയത്? അവർ നിർത്തിയത് പറ്റില്ല എന്ന് മനസ്സിലായി. അവർ കാശ് കണ്ടമാനം ഇറക്കി. പറ്റില്ല കേട്ടോ, ഇത് ഇലോൺ മസ്ക് പറയണ പോലെയല്ല, ഇത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മാറി, AIക്കൊക്കെ മാറി. ഇലോൺ മസ്ക് അതിന്റെ മുകളിൽ പിടിച്ചിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലോൺ മസ്കിന് വേറെ വഴിയില്ല ഉള്ള കാര്യം. ആൾക്ക് പലതും പറയാം, ആപ്പിൾ ഇങ്ങനെയാണ്, ആപ്പിൾ അങ്ങനെയാണ്. എന്താ കാരണം എല്ലാ EV കമ്പനിയുടെ കാർ കമ്പനിയുടെ നാച്ചുറൽ സ്റ്റേറ്റ് മരണമാണെന്നൊക്കെ പറയാം ബേസിക്കലി. പക്ഷെ അതൊന്നൊരു സത്യങ്ങൾ മനസ്സിലാക്കണം. ആൾക്ക് പറ്റില്ല, ആൾ കൊണ്ടിറക്കുന്ന ആൾക്ക് വേറെ വഴിയില്ല. ആൾക്ക് ഇപ്പൊ എക്സിലാണ് ആളുടെ എല്ലാ റോളും ഇപ്പൊ നിലനിൽക്കുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആൾ എങ്ങനെയും പ്രോഫിറ്റബിൾ ആക്കണം. എന്നുവെച്ചാൽ ടെസ്ലയുടെ ഭാവി വളരെ ബ്ലീക്കാന്ന് ആൾക്ക് മനസ്സിലായി തുടങ്ങി. പക്ഷെ എക്സിന്റെ കാര്യം വളരെ മോശം എന്നാണ് സത്യം. ആള് വെറുതെ ഓടി കളിക്കുന്ന മാത്രമേ. ഇപ്പൊ രണ്ടുപേരും കട്ടപ്പോക്കാണ്. ഇയാൾക്ക് രണ്ടില്ലെങ്കിൽ അയാളുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും ഇൻവെസ്റ്റേഴ്സിന്റെ ഇടയിൽ. അതോടെ ഇലോൺ മസ്ക് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഇല്ലാണ്ടാവും. പബ്ലിക് പരസ്പരിക്കുന്ന ഫിക്കിളാണ്. ഫിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റടിക്ക് മാറും. പിന്നെ അവര് പറഞ്ഞ ആള് പിറ്റേ ദിവസം പറയും അയാൾ ഊളിയാണ്, പൊട്ടനാണ്, കീടാണ് എന്ന് പറയും. കുറച്ചാൾക്ക് മുമ്പ് പറയുള്ളൂ അവള് ഭയങ്കര കോമ്പറ്റീറ്റീവ് എന്ന് പറഞ്ഞാൽ ആ പറ്റിയുള്ള അയാൾ എന്ത് കോമ്പറ്റീറ്റീവ് എന്ന് പറയും, അയാൾ പൊട്ടനാണ് എന്ന് പറയും. അത്രേ ഉള്ളൂ പബ്ലിക് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഈ വക കാശൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട. അതൊക്കെ ഇടിഞ്ഞു പറഞ്ഞ പപ്പടാൻ അധികം സമയമൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾ ചിന്തിക്കുന്ന പോലല്ല. പിന്നെ അയാളുടെ വേറെ കമ്പനികൾ എന്നിട്ടാണ് ഇപ്പൊ സ്പേസ് എക്സ് ഉണ്ട്. സ്പേസ് എക്സ് നല്ലതാ ചെയ്യണമെന്നൊക്കെ പറയാം, നല്ല ഇന്നോവേറ്റീവ് ആണെന്നൊക്കെ പറയാം. പക്ഷെ അവർ ഭൂരിഭാഗം ഈ കൊല്ലം ഇറക്കിയത് സ്റ്റാർലിങ്ക് സാറ്റലൈറ്റിന് വേണ്ടിയിട്ടുള്ള ലോഞ്ചുകളാണ് അവർ ചെയ്തിട്ടുണ്ട്.
അതെന്ന് വെച്ചാൽ അത് പ്രോഫിറ്റബിൾ ആവാൻ ഒരു ഉറപ്പില്ല. അത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പൊ സിറ്റീസിലൊക്കെയാന്ന് നോക്കി, സിറ്റീസിലൊക്കെ ഈ പരിപാടി നടത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഫൈബർ ഒപ്റ്റിക്സ് ആണ്. വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫാസ്റ്റ് സ്പീഡ് ഇന്റർനെറ്റ് ഓൾറെഡി അവർ സെർവ് ചെയ്യുന്നുണ്ട്. അതിന് പകരം എന്തിനാ അവർ സ്റ്റാർലിങ്കിന് പോകണമെന്നാണ് അവർ ചിന്തിക്കുന്നത്. സ്റ്റാർലിങ്ക് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പിന്നെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, റേഞ്ചിന്റെ പ്രശ്നങ്ങളൊക്കെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ സാറ്റലൈറ്റ് വഴിയാണ് കടത്തി വിടുന്നത്. ഇത് മറ്റേ ഫൈബർ ഒപ്റ്റിക്സ് അല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേറ്റൻസി വളരെ കൂടുതലായിരിക്കും. ഇലോൺ മസ്ക് പ്രപ്പോസ് ചെയ്യണത് വില്ലേജ് ഏരിയയിലാണ്. പക്ഷെ വില്ലേജ് ഏരിയയിൽ അഫോർഡ് ചെയ്യാനില്ലേ ഉള്ള കാശ് അവർക്ക് ഉണ്ടാവുമെന്നാണ് ചോദ്യം. ഇത് കുറച്ച് റിച്ച് ആൾക്കാർക്കില്ലേ, വില്ലേജേഴ്സിന് വേണമെങ്കിൽ ഉപയോഗിക്കാന്നുള്ളൂ. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കൂടിയ ആൾക്കാരോ അല്ലെങ്കിൽ റിച്ച് ആൾക്കാർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ വലിയ പ്രോഫിറ്റബിൾ അല്ല. ഇതിന് പകരം ഈ എക്യുപ്മെന്റും കൂടി വാങ്ങണം. റിസപ്റ്റർ ഉണ്ട്, ഈ സാറ്റലൈറ്റിൽ ഉപയോഗിക്കണമെങ്കിൽ റിസപ്റ്റർ ഉണ്ട്, അതും കൂടി വാങ്ങണം. അപ്പൊ ഇലോൺ മസ്കിനെ സംബന്ധിച്ച് ഇവിടെ വലിയ വിജയമൊന്നുമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വില്ലേജസും ഒന്നും താങ്ങാൻ പറ്റില്ല, എല്ലാവർക്കും ഉപയോഗിക്കാനും പറ്റില്ല. പിന്നെ കോമ്പറ്റീഷൻ വന്നുകൊണ്ടിരിക്കും. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തു നിന്നും ആൾക്ക് കോമ്പറ്റീഷനാണ്. ബ്ലൂ ഓറിജിൻ അവരുടേതായിട്ടുള്ള സാറ്റലൈറ്റ് ഇറക്കുന്നുണ്ട്, എല്ലാവരും ഇറക്കുന്നുണ്ട്. ലോർത്ത് ലിയോ സാറ്റലൈറ്റ്, ലോർത്ത് ഓർബിറ്റിൽ ഓടുന്ന സാറ്റലൈറ്റുകൾ. ഇതിനെ വിജയിക്കാനുള്ള സാധ്യതകളൊന്നും കാണുകൂടില്ല. അത് കാരണം ഒരു ക്രഞ്ച് വരാം ബേസിക്കലി കോമ്പറ്റീഷൻ കാരണം. സ്കെയിൽ ചെയ്താലും ഇപ്പൊ എന്താ പറ്റുക, ലോ ലേറ്റൻസി സിറ്റീസിൽ ഉപയോഗിക്കണതൊക്കെ അവർ അതുപോലെ തന്നെ ഉപയോഗിക്കുള്ളൂ, ഫൈബർ ഒപ്റ്റിക്സ്. അല്ലാണ്ട് അവർ മാറാനൊന്നും പോണില്ല, നിങ്ങൾ മനസ്സിലാക്കണം പെട്ടെന്ന്. പിന്നെ ഇതിന് ഇൻഹറന്റ് ലിമിറ്റേഷൻസ് ഉണ്ട് സിഗ്നൽ കിട്ടാനൊക്കെ. അപ്പൊ പറഞ്ഞു വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇലോൺ മസ്കിന്റെ കാര്യം ഇവിടെയും കട്ടപ്പോക്കാണെന്നുള്ളതാണ് സത്യം. പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എക്സ് പ്ലാറ്റ്ഫോമിൽ എന്താ നടക്കുന്നത്. ഈ എക്സ് പ്ലാറ്റ്ഫോം ഈ ലോകത്തിൽ കാണാത്ത വൃത്തികളൊക്കെ അതിലുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇല്ലാത്ത കിട്ടാണ് NFT സ്കാം, ക്രിപ്റ്റോ സ്കാം, പല വെറൈറ്റി പോണോഗ്രഫി, എല്ലാതരം ഉടായ്പകളും അതിൽ കാണാം അതിൽ. അപ്പോൾ ഇതെങ്ങനെ വിജയിക്കും? പിന്നെ ആള് എക്സ് എന്ന് പറഞ്ഞ സാധനം എവരിത്തിങ് ആപ്പ്, അതൊരു ഡിലിറ്റന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. എന്ന് വെച്ചാൽ എല്ലാവരും ഫോക്കസ് ചെയ്തിട്ട് എല്ലാവരും കമ്പീറ്റ് ചെയ്യുന്നതാണ്. അതിന്റെ ആവശ്യമുണ്ടോ? ആള് ചൈന മോഡലാണ് ആള് ചിന്തിക്കുന്നത്. ചൈനയിലത്തെ ഒരു അപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ടാണ് ആള് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു വെൽ നോൺ അപ്ലിക്കേഷൻ ആണ്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കമന്റ് സെക്ഷൻ എന്താണ് ഞാൻ പറയുക, ഏത് അപ്ലിക്കേഷൻ ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എന്താ ഫോക്കസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടോട്ടലിറ്റേറിയൻ ബേസ്ഡ് പോലത്തെ ഒരു ആപ്പാണ് എക്സ് എന്ന് പറഞ്ഞ ഒരു ആപ്പ്. ഒരു നാർസിസം പോലത്തെ ഒരു ആപ്പ് ബേസിക്കലി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ആപ്പ്. അങ്ങനെ എല്ലാം എല്ലാത്തിനും പിടിച്ചെടുക്കാൻ പറ്റില്ല. കുറെ നീഷുകൾക്ക് എക്സ്പേർട്സ് ഉണ്ട്. എക്സ്പേർട്സുകളാണ് നല്ല രീതിയിൽ അവർക്ക് സെർവ് ചെയ്യാൻ പറ്റും അവർ കൺസ്യൂമേഴ്സിന്. ഇലോൺ മസ്ക് പറയണ പോലെ അതൊന്നും പറ്റണ കാര്യമില്ല. ഇലോൺ മസ്ക് ബേസിക്കലി ആരാണ്? നിങ്ങൾക്കറിയില്ല ഇലോൺ മസ്ക് ആരാന്നൊന്നും. പക്ഷെ ഇലോൺ മസ്ക് ബേസിക്കലി ആരാ? ഇലോൺ മസ്ക് ബേസിക്കലി ഒരു ബിസിനസ്സുകാരനാണ്. അയാൾക്ക് പരമാവധി പ്രോഫിറ്റ് ഉണ്ടാക്കണം. ആളുടെ സെൽഫ് ഇൻട്രസ്റ്റ് ആണ് ആളുടെ മുഖ്യം. പലതും പറയും, നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യും. ആളുടെ കാശിന്റെ ഇതൊക്കെ കണ്ടിട്ട്, കാശില്ല വെറുതെ കാഴ്ചയിലൊക്കെ കണ്ടിട്ട് നിങ്ങൾ വിശ്വസിക്കും. അത്രേ ഉള്ളൂ ഇലോൺ മസ്ക്. ആളുടെ കാര്യത്തിന് വേണ്ടി ആൾ ജീവിക്കുന്നു. അല്ലാണ്ട് ഇപ്പൊ എന്താ ഞാൻ പറയാ. പിന്നെ ആളുടെ എന്ത് വെഞ്ചറാണ് നിങ്ങൾ പറയുന്നത് വിജയിക്കുന്നത്? എല്ലാവരും കൂടി ഇങ്ങനെ കോമ്പീറ്റ് തുടങ്ങിയാൽ പിന്നെ അതിന്റെ ഗുമ്മ് തീരും. FSD-5 കാര്യം നോക്ക്. FSD-5 കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ FSD-5 ഇപ്പോഴൊന്നും ആവില്ല. അത് ക്രൂസ് കൺട്രോളായിട്ട് നിൽക്കുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം. അത് ഇന്ത്യൻ ഗ്രൗണ്ടിലൊന്നും വരാനൊന്നും പോണില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ഒന്നും ഓടില്ല വണ്ടി. പിന്നെ അവിടെ എത്ര നല്ല റോഡായിട്ടും അതോടെ നന്നായിട്ട് ഓടുന്നില്ല എന്നുള്ളതാണ് സത്യം. കൊണ്ടിടിക്കുകയാണ് ചെയ്യുന്നത്. എത്ര ആക്സിഡന്റ് ആണ് പറ്റുന്നത് ഈ ക്രൂസ് കൺട്രോൾ വെച്ചിട്ടുണ്ട് ആൾക്കാർക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. എല്ലാ വണ്ടിക്കാണ് എല്ലാം കൊടുക്കുന്നത്, എല്ലാ സാധനങ്ങളും കൊടുക്കുന്നു, എല്ലാ കൺട്രോളും. അത് അത്ര ബുദ്ധിപരമായ ഒരു കാര്യമില്ല നിങ്ങൾ മനസ്സിലാക്കണം. ഇയാളുടെ അഡ്വർടൈസ്മെന്റ് പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിച്ചിട്ട് അയാള് FSD എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പല സ്ഥലത്തും ആളെ ബാൻ ചെയ്യാം ബേസിക്കലി. അയാളുടെ വണ്ടി വേണ്ടാന്ന്. അയാളുടെ വണ്ടി മാത്രമല്ല, ഈ FSD എന്ന് പറഞ്ഞ സാധനം തന്നെയല്ലേ ആൾക്കാർ ഇപ്പൊ ബാൻ ചെയ്തുകൊണ്ടിരിക്കുക. FSD-3 എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ വേണ്ടാന്ന് തന്നെ വെച്ചത് ഗവൺമെന്റുകൾ. ഇപ്പൊ റെക്കോർഡ് വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ഇലോൺ മസ്കിന് വ്യക്തിപരമായ വേറെ പ്രശ്നങ്ങൾ. ആൾ ഈ തള്ളൽ വിദഗ്ധനായിട്ട് നിന്നിട്ട് ആള് ബാക്കിൽ നിന്ന് ഡ്രഗ്സും പെണ്ണുപിടിയും മറ്റേ ടക്ക് ആൾക്കാരെ പോയിട്ട് കിടക്കലും പിന്നെ ഇങ്ങനെ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് അടിമത്തവും കാണിക്കുക. എംപ്ലോയീസിനെ വില വെക്കണില്ല. ഇപ്പൊ എന്താ പുറത്ത് പോണ എംപ്ലോയീസ് സ്പേസ് എക്സിന്നും ടെസ്ലയിന്നൊക്കെ പുറത്ത് പോകുന്ന എംപ്ലോയീസ് നോൺ ഡിസ്ക്ലോഷർ അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ട് ഇറങ്ങണം. നല്ലത് മാത്രം പറയണം ഇലോൺ മസ്കിനോട്. അത് അങ്ങനത്തെ രീതി ആക്കിയിട്ട് ആള് പുറത്തേക്ക് വിടുള്ളൂ ആൾക്കാർ. ഭയങ്കര ഹാർഷ് റിജിഡ് ആയിട്ടുള്ള ഒരു സ്കെഡ്യൂളും അങ്ങനെയൊക്കെയാണ് ആൾക്കാരുടെ ജീവിതം അതിൻ്റെ ഉള്ളിൽ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്താണ് ഇലോൺ മസ്കിന്റെ അവസ്ഥ. പിന്നെ വല്ലപ്പോഴൊക്കെ പബ്ലിക് കോൺഫറൻസിൽ പോയി ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് നടത്താം. എന്നിട്ട് അവരൊപ്പം സംസാരിക്കുന്നത് നല്ലൊരു ഇമേജ് ഉണ്ടാക്കുക. പിന്നെ ഗെയിം കളിച്ചിരിക്കുക. പിന്നെ നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുക വല്ലോട്. ഇതൊക്കെയാണ് ഇലോൺ മസ്ക് ചെയ്യുന്നത്. ഇലോൺ മസ്ക് ചെയ്തിട്ട് നന്നാവോന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഇലോൺ മസ്ക് നന്നാവാനുള്ള സാധ്യത ഇല്ല. പൊളിഞ്ഞു അപ്പടായി ഓവർ. ഈ കാണുന്ന നെറ്റ്വർക്ക് പൂജിക്കാൻ പോണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇലോൺ മസ്ക് ടെക്നോളജി കമ്പനി ആയിരുന്നാണ്. ടെക്നോളജി കമ്പനി എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പൊ റോബോട്ട് ടാക്സി ഇവന്റ് ആണ് അവസാനത്തെ ഇവന്റ് ഇലോൺ മസ്കിന്റെ. നിങ്ങൾ മനസ്സിലാക്കണം. അത് August 8 അത് നിങ്ങൾ ഇവന്റ് കണ്ടോ? ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ പറയാ. റോബോട്ട് ടാക്സിയുടെ ഇവന്റ്. ആ ഇവന്റിൽ ഇലോൺ മസ്ക് കൊളാപ്സ് ചെയ്യും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ വഴിയില്ല. ആൾക്കാർ പതുക്കെ മാറി പോയിക്കൊണ്ടിരിക്കും ഇലോൺ മസ്കിന്റെ. ഈ കല്ലെടുത്ത് എറിയുന്നത് കാണാം ഇലോൺ മസ്കിന്റെ എടുത്തിട്ട് ആൾക്കാർ. നിങ്ങൾ കണ്ടോ? പറഞ്ഞ ആൾക്കാർ തന്നെ പബ്ലിക് തന്നെ ആയിരിക്കും അവരുടെ അടുത്ത് കല്ലെടുത്ത് അറിയുക.
കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലെടുത്ത് അറിയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആള് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആള് പറയുന്ന ആള് ഒരു ഇതും ഗുമ്മും കാണിക്കണമെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ എത്തിക്കണ്ടേ. ആൾക്കാർ ഇപ്പൊ എന്താ പറയാ, വെറും വായാണ് ഇലോൺ മസ്ക്. അത്രേ ഉള്ളൂ ഇലോൺ മസ്ക്, ഒരു വെറും വായ. എന്നിട്ട് റോബോട്ട് ടാക്സി പറഞ്ഞിട്ട് ഒരു സൈബർ ടാക്സി വരുന്നു പറയേണ്ടത് കഴിഞ്ഞിട്ട് അതൊക്കെ വെറും മായ കാഴ്ചയാണ്. ഇത് നടക്കണ കാര്യമില്ല. സയൻസ് ഫിക്ഷൻ കാര്യങ്ങൾ പറഞ്ഞിട്ട് എത്ര കാര്യം പറയാം. ന്യൂറൽ ലിങ്കിന്റെ കാര്യം, ന്യൂറൽ ലിങ്ക് പപ്പടായി. കാരണം നിങ്ങൾ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രയാസമാണ്. ന്യൂറൽ ലിങ്ക് അടിപൊളിയായിട്ട് ഫീച്ചറുകൾ ഈ ഫീച്ചറുകളൊക്കെ ഓൾറെഡി നടന്നു കഴിഞ്ഞ അഡ്വാൻസ്മെന്റ് ആണ് ന്യൂറോ ടെക്നോളജിയിലേക്ക് നടന്നു കഴിഞ്ഞിട്ടുള്ള അഡ്വാൻസ്മെന്റുകൾ ആൾ അവതരിപ്പിക്കുകയാണ്. ഇത് നിങ്ങൾ മുമ്പുള്ള ക്ലിപ്പുകൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. ഇതിനും അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ചിത്ര ഹൈപ്പ് കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് വേറെ കമ്പനികൾ നല്ല മനോഹരമായി ചെയ്യണം. ഇലോൺ മസ്ക് പറയുന്ന മാട്രിക്സും മറ്റേ പരിപാടിയും മറിച്ച പരിപാടിയും നടക്കില്ല. മാട്രിക്സ് പരിപാടിയും ആൾക്കാരെ നോക്കിയിട്ട് ഇടിക്കാനൊക്കെ അതിനുള്ള ഇന്റർഫേസൊന്നും തലച്ചോറിനില്ല. അത് ഇലോൺ മസ്ക് ആയിട്ട് പറയുന്നത് മാത്രമാണ് ആൾക്കാരെ ആകർഷിക്കാൻ. അത് ആളുടെ ജോലിയാണ്. അങ്ങനെ ഓക്കെ, അത് ആളുടെ വ്യക്തിപരമായ ഇഷ്ടം. ആൾക്ക് കച്ചവടം ചെയ്യാനുള്ളതാണ്. ആൾക്കൊരു നല്ല ഫാൻ ബേസും ഉണ്ട്. അവരെ എതിർക്കാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ പതുക്കെ അവരുടെ ഫാൻ ബേസും ആൾ എതിർക്കാൻ തുടങ്ങും. ആൾ കൾട്ട് ഓഫ് പേഴ്സണാലിറ്റിയാണ്. കൾട്ട് ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ആൾക്ക് കൾട്ട് ഉണ്ട്. കൾട്ട് ആളെ വിശ്വസിക്കും. ആളുടെ പേഴ്സണാലിറ്റിയാണ്. ആൾ എന്ത് വിജയിച്ചാലും കട്ട് ത്രോട്ടായിട്ടില്ലേ ആളെ വിശ്വസിക്കും. മീൻസ് ഒന്നും നോക്കില്ല. ഇതൊക്കെ കാരണമാണ് ആള് വിജയിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ. പക്ഷെ ഇത് പരാജയപ്പെടാൻ അധികം സമയമില്ല. കാരണം എക്സ് ചത്തുകൊണ്ടിരിക്കുകയാണ് അവർ നിമിഷം ആള് ഇൻഫ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്സിന്റെ ബോട്ട് വെച്ചിട്ട് ഇൻഫ്ലേറ്റ് ചെയ്യുക വ്യൂവർഷിപ്പ്. അത് കാരണം ഇപ്പൊ പറയാണ് ഞാൻ ഫേസ്ബുക്കിനും ഇൻസ്റ്റാഗ്രാമിനെക്കാട്ടും കൂടുതൽ ട്രാഫിക് ഉണ്ടെന്ന്. എന്തിനാ ആള് ഇൻഫ്ലേറ്റ് ചെയ്ത് കയറ്റുന്നത് ട്രാഫിക്. ഇതാണ് ആള് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ഷെയർ ഇടിഞ്ഞുകൊണ്ടിരുന്ന എന്താ പറ്റുക, ഇടിഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ കുറപ്പെടുത്ത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ഇടിഞ്ഞ് ആള് 100 എത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഗവൺമെന്റും എല്ലാവരും വന്ന ആളെ നോക്കും. അവര് നിൽക്കാണ് ഇവനെ പിടിച്ച് ഇലോൺ മസ്കിനെ പിടിച്ചിട്ട് കൊണ്ടുപോകാൻ, കേസുകൾ കൊണ്ടുവരാനും എല്ലാതരം പണിയും കൊടുക്കാനും വെയിറ്റ് ചെയ്യണം ഗവൺമെന്റ്. 85 കടന്ന മാർജിൻ കോളും വരും. പിന്നെ ഗവൺമെന്റ് ബാങ്ക് ചോദിക്കും കാശ് എവിടെയാന്നില്ല. അപ്പൊ ഇവിടെ എത്തുമ്പോഴാണ് എല്ലാം അവസാനിക്കുക. മീൻസ് ഈ 100ന്റെ മാർക്ക് 70 എന്താ നിൽക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് മാനിപ്പുലേഷൻ ആണെന്ന് എനിക്ക് മനസ്സിലായ. എല്ലാവരും ഇലോൺ മസ്ക് കൂടിയിട്ട് എന്താ പരിപാടി ചെയ്യുന്നുണ്ട് 70-160 മാർക്കിൽ നിന്ന് നിർത്താൻ. പക്ഷെ അത് അധികാലം ഓടില്ല, അത് അടിക്ക് പോയിക്കൊണ്ട് അതോടെ അവസാനിക്കും. അവസാനം 90% ഉറപ്പാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇലോൺ മസ്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും. അപ്പൊ നിങ്ങളൊക്കെ പറയുന്നില്ലേ അത്രയധികം ആൾക്കാർ പറയുന്നത്, അത്രയധികം ആൾക്കാർ പറയുകയാണെങ്കിൽ ഇലോൺ മസ്ക് അടിപൊളിയാണ് ടോപ്പ് ആൾക്കാർ. അതിന് പറയാൻ അതിന്റെ പിന്നിൽ എന്തോ കാരണമുണ്ട് അവർ പറയാം. അവരങ്ങനെ പറയാനുള്ള കാരണം അവർക്ക് വല്ല ഗുണമുണ്ടാവും ഇലോൺ മസ്കിനെ കുറിച്ച്. അത് പറയാം ഇലോൺ മസ്ക് ഒരു നല്ല വ്യക്തിയാണ്. ചിലപ്പോൾ എംപ്ലോയീസ് പറയുന്നവർക്ക് നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റ് ഉണ്ടാവും. ഞാൻ ഇലോൺ മസ്കിന്റെ പിന്നിലൊക്കെ നോക്കിയിട്ട് വായിച്ച ആൾക്കാരൊക്കെ നോക്കിയിട്ട് ഇലോൺ മസ്കിന്റെ രീതിയിൽ പറഞ്ഞു കേട്ടില്ലെങ്കിൽ, നോ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടെങ്കിൽ അവരെ അടിച്ച് പുറത്താക്കും ഇലോൺ മസ്ക്. അയാൾ നാർസിസിസ്റ്റിക് സ്വഭാവം കാണിക്കും. അയാൾ പറയും നിങ്ങൾ വേണ്ട, ഇവിടുത്തെ ഫയർ ചെയ്യും, നീ ഞാൻ പറഞ്ഞ പോലെ കേൾക്കണം, എന്നെ സുഖിപ്പിച്ച് പറയണം എന്നൊക്കെ ഇലോൺ മസ്കിന്റെ രീതികൾ. എൻ്റെ ഒപ്പം ചിരിക്കണം, ഞാൻ കഞ്ചാവ് അടിക്കുമ്പോൾ നീയും കഞ്ചാവ് അടിക്കണം, ഞാൻ ഡ്രഗ് അടിക്കുമ്പോൾ അവനും ഡ്രഗ് അടിക്കണം. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഇലോൺ മസ്ക്. ആൾക്ക് ഒരു ടെക്നിക്കൽ നോളജിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പെർസെപ്ഷനാണ് ആളുടെ നോളജ്. ആൾക്ക് ഇത്ര നോളജ് ഉണ്ടെന്ന്. അല്ല കാശ് അതൊരു സോഷ്യൽ സ്റ്റാറ്റസ് ബയാസ് ആണ്. സോഷ്യൽ സ്റ്റാറ്റസ് ബയാസ് നോർമലാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റാറ്റസിന് മുകളിലുള്ള ആൾക്കാരാണെങ്കിൽ, ഹൈപ്പർ ക്ലാസ്സുകളിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഓബിയസ്ലി അവർക്കൊരു പവർ കിട്ടും. അടിയിലുള്ള ആൾക്കാരെ മൈൻഡ് ഹൈജാക്ക് ചെയ്യാൻ, അവരെ മനസ്സ് ഹൈജാക്ക് ചെയ്യാൻ. അവരെന്തൊരു പ്രത്യേകത സുപ്രമസി ഇല്ലേ, ഒരു പ്രൊഡേറ്റർ ആണെന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ട്. നോർമൽ കാര്യമാണ് എല്ലാവരും. എനിക്കില്ല നോർമൽ, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉൾക്കൊണ്ടിരിക്കാം. അത് നിങ്ങൾ മനസ്സിലാക്കി ജീവിച്ചോ. പക്ഷെ ഇത് 10, 20, 200, 300 വർഷത്തെ ഇതാണ് ബേസിക്. ആൾക്കാർക്ക് ഒരു പ്രൊഡേറ്ററിനെസ് അല്ലെങ്കിൽ ആൾക്കാർ തല കുനിച്ച് കൊടുക്കണത് ഒരു വലിയൊരു പ്രൊഡേറ്റർ. അത് എന്നിട്ട് അവർക്ക് എല്ലാതരം മെട്രിക്സും കൊടുക്കും, ഇന്റലിജൻസും എല്ലാതും അവൻ അടിപൊളിയാണ്. കാരണം അവന് അത്രയും കാശിരിക്കും. അതുകൊണ്ട് എല്ലാത്തിലും അവന് മെട്രിക്സ് കൊടുക്കും ബേസിക്കലി. അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒബ്ജക്റ്റ് അവന്റെ കയ്യിലുണ്ട്, ബാക്കിയുള്ളവർക്ക് ആഗ്രഹിക്കുന്ന ഒരു ഒബ്ജക്റ്റ്. അതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് സില്ലി കാര്യങ്ങളാണ് മനുഷ്യനെ മാനിപ്പുലേറ്റ് ചെയ്യുക. മീൻസ് അവനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഘടകങ്ങൾ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലോൺ മസ്ക് അവസാനിച്ചിരിക്കുന്നു. ഇനി എന്താ പറ്റാൻ വെച്ചിട്ടുണ്ടെങ്കിൽ 150-200 ബില്യൺ ഡോളർ പൂജ്യത്തിക്കാൻ പോകുന്നു. മലയാളികൾക്കാണ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. 150 തൊട്ട് 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് ട്വിറ്റർ വാങ്ങിയത് എത്ര, ഒരു 5 MA യൂസഫലി വാങ്ങിയ ഒരവസ്ഥയാണ്. 5 MA യൂസഫലി എന്നുവെച്ചാൽ ഇപ്പൊ $7 ബില്യൺ ഉണ്ട്. ആൾ 5 എണ്ണത്തിനെ വാങ്ങിയതിന് തുല്യാണ് ഇപ്പോൾ ആള് വാങ്ങിയിട്ട്. 5 MA യൂസഫലി വാങ്ങിയതിന് തുല്യം. നിങ്ങൾ ആലോചിച്ചു. പക്ഷെ ആൾക്ക് പോവാൻ പോണ കാശ് എത്രയാണെന്നറിയാം? ഏകദേശം 50 MA യൂസഫലികള്. അത്രയധികം കാശാണ് ആൾക്ക് ഒറ്റടിക്ക് പോകാം. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെയൊക്കെ പോസിബിൾ പറ്റുന്നത്? ഇത്ര ഉള്ള കാര്യം. ആൾക്കാരുടെ വിശ്വാസം. ഇതൊക്കെ പബ്ലിക് ലിമിറ്റഡ് കമ്പനികളാണ്. പബ്ലിക് ലിമിറ്റഡ് കമ്പനികളുടെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ പബ്ലിക്കിന്റെ കാശ് വെച്ചിട്ടാണ് അവർ ഓടുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളാണ് ആൾക്ക് ഫണ്ടിങ് കൊടുക്കുന്നത്. കുറെയൊക്കെ നമ്മളുടെ പ്രീ ഫണ്ടിങ്ങിനൊക്കെ
പല വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകളൊക്കെ കൂടിയിട്ടാണ് ഫണ്ട് ചെയ്യുക. ഭൂരിഭാഗം കാശ് അങ്ങനെയാണ്. സ്പേസ് എക്സിന്റെ കാശൊക്കെ ഹൈപ്പർ ഇൻഫ്ലേറ്റഡ് കാശാണ്. ആളുടെ വിശ്വാസം, ആളുടെ മേലുള്ള വിശ്വാസം കാരണം. അതൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞില്ലേ, കാശൊക്കെ പൂജ അടിക്കും, പിന്നെ ഒരിക്കലും വിശ്വസിക്കില്ല. അങ്ങനത്താണ്. നഷ്ടപ്പെട്ടവർക്കൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പറയാം. ഒന്നും ചെയ്യാനില്ല. അവർ ബുദ്ധിത്തുള്ള അവർക്ക് സാഹചര്യം കാരണം അധികം കാശ് കിട്ടി. ഒരു വിംസിന്റെ ബേസിൽ, ഇമോഷണൽ വിംസിന്റെ ബേസിൽ അതോടെ അവരെ കാശും പോയി, റീസൈക്കിൾ ചെയ്തു. അതുപോലെയാണ് ഇപ്പൊ ഇലോൺ മസ്കിന്റെ അവസ്ഥ ഇരിക്കും. ഇതൊന്ന് ഇടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു. ടെസ്ല ഇടിയുന്ന ഒരു ഇതൊക്കെ ഉറപ്പായി കഴിഞ്ഞു. നിങ്ങൾ കാണാനിരിക്കണുള്ളൂ. മനസ്സിലായി? അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ള കാര്യമാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അതിനുള്ളിൽ എന്താണ് ആ വ്യക്തിയെ നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് വ്യക്തിനെ കുറിച്ച് അറിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും അറിയില്ല. നിങ്ങൾ എന്തോ ഒരു വ്യക്തി ഏതൊരു ടി വിയിൽ വന്നിട്ട് എന്തൊക്കെയാ പറയുന്നത്, അയാൾ കോടീശ്വരനാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുക. അയാളുടെ സോഷ്യൽ സ്റ്റാറ്റസ് എപ്പിയിലൊക്കെ കണ്ടിട്ട് നിങ്ങൾ അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കുക. അതൊന്നും പാടില്ല. അതിന് പകരം ആളെന്താ ചെയ്യണത്, എന്തൊക്കെ ചെയ്യണത്, എന്തിനാണ് പരിപാടി എന്നൊക്കെ മനസ്സിലാക്കുക. പിന്നെ ഇതിന്റെ വർക്കിങ്സ് ഒക്കെ മനസ്സിലാക്കുക. എങ്ങനെയാണ് ഇയാൾ കാശ് ഉണ്ടാക്കി തരുന്നത്. എന്തൊരു സാഹചര്യം കൊണ്ട് കാശുണ്ടായി, എന്തൊരു സാഹചര്യം കൊണ്ട് കാശ് പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാഹചര്യവശാൽ കയറി വന്നു. എന്തോ ഒരു ആൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ആയിരിക്കും. ആളുടെ കൺട്രോളിന് അപ്പുറത്തുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ആൾ മോളിക്ക് കയറി. ആളുടെ കൺട്രോളിലപ്പോൾ കാര്യങ്ങളിലൊക്കെ കാരണം ആൾ ശൂന്യതയ്ക്ക് പോവുകയും ചെയ്തു. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് അടിക്കാൻ, കമന്റ് അടിക്കാം. എന്തെങ്കിലും തെറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അപ്പൊ എനിക്കും പഠിക്കാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.